ഹായ് ഹലോ +2 കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് അഡ്മിഷനിലും അതേപോലെ റിട്ടയർമെൻ്റ് സമയത്തുള്ള സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ്. അതെപ്പോഴും ഇക്വേഷൻ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഇനി നിങ്ങൾക്ക് വേണ്ട. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഇന്ന് ലെഡ്ജർ പ്ലസ് അക്കാഡമിയുടെ ഈ ചെറിയൊരു വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം സാക്രിഫൈസിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ എന്താണെന്നുള്ള അതിൻ്റെ ഡിഫറൻസ് ആദ്യം സാറെന്ന് പറഞ്ഞുതരാം. സാക്രിഫൈസിങ് റേഷ്യോ നമുക്കറിയാം, അഡ്മിഷൻ്റെ സമയത്ത് പുതിയ പാർട്ട്ണർ കയറി വരുമ്പോൾ പഴയ പാർട്ട്ണർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന റേഷ്യോ ആണ് ഏത് സാക്രിഫൈസിങ് റേഷ്യോ. അതേസമയം ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പാർട്ട്ണർ റിട്ടയർ ചെയ്തോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉപേക്ഷിച്ച് പോകുമ്പോൾ അയാളുടെ ഷെയറും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് കിട്ടും. അതാണ് ഗെയിനിങ്, ലഭിക്കുന്നതാണ്. അതാണ് സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. സാക്രിഫൈസിങ് റേഷ്യോ അഡ്മിഷന്റെ സമയത്താണ്, ഗെയിനിങ് റേഷ്യോ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്തിന്റെ സമയത്താണ്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർ വരുമ്പം സാക്രിഫൈസ് ചെയ്യുന്നതാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യുക അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരിൽ നിന്ന് മേടിച്ചെടുക്കുന്നതാണ് ഗെയിനിങ് റേഷ്യോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിന്റെ ഇക്വേഷൻ കൂടെ നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇക്വേഷൻ ആണ് എല്ലാവർക്കും മാറിപ്പോകാറുള്ളത്. ആ ഇക്വേഷൻ നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ആദ്യത്തേത് സാക്രിഫൈസിങ് റേഷ്യോന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതിനൊരു ഈസി ആയിട്ട് പഠിക്കാനുള്ള ട്രിക്കാണ്. അത് സൺ എന്ന് ഓർത്താൽ മതി. സൺ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസിങ് ഈക്വൽ ടു ഓൾഡ് മൈനസ് ന്യൂ. അതിന് നമ്മൾ സൺ എന്നുള്ളൊരു കോഡ് ഓർത്തിരിക്കാം. ഇനി ഗെയിനിങ് റേഷ്യോന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അപ്പൊ ഇത്ര നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാർ ഒരു കാര്യം പറയാം. നമ്മൾ എപ്പോഴും വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കുക, അല്ലെ? അപ്പം ആദ്യം സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓൾഡ് റേഷ്യോ ആണ് വലുത്. കാരണം പുതിയ പാർട്ണർ വരുന്നതിന് മുമ്പുള്ള പഴയ റേഷ്യോ ആണ് ഓൾഡ്, അതാണ് വലുത്. ഓക്കെ, പഴയ പാർട്ട്നേഴ്സിന്റെ പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള റേഷ്യോ അതാണ് ഓൾഡ് റേഷ്യോ, അതാണ് വലുത്. വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കുക. അതേസമയം ഗെയിനിങ് റേഷ്യോന്റെ സമയത്ത് എന്താ സംഭവിക്കുക? റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഷെയറും കൂടെ പഴയ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് കിട്ടും. അപ്പൊ ന്യൂ റേഷ്യോ ആണ് വലുത്. അപ്പൊ ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറയ്ക്കുക. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ എക്സാമിന് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് സൺ എന്നുള്ള ഒരു കോഡ് ഓർത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷൻ മറന്നു പോകാതെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.